2022 റിലീസായ അമേരിക്കൻ സൈക്കോളജിക്കൽ മൂവിയാണ് ഇമ്മാക്കുലേറ്റ് റൂം. ഫുൾ വെള്ള പെയിന്റ് അടിച്ച ഒരു മുറി, ടോയ്ലറ്റ് വരെ വെള്ള പെയിന്റ്. ആ മുറിയിൽ കപ്പിൾസ് 50 ദിവസം താമസിക്കണം. അങ്ങനെ താമസിച്ചാൽ $5 മില്യൺ ആണ് സമ്മാനം, ഏകദേശം 40 കോടിയോളം രൂപ. മൊബൈൽ ഫോണോ ടിവിയോ കമ്പ്യൂട്ടറോ ഗെയിമുകളോ അങ്ങനെ ഒരു എന്റർടൈൻമെന്റും ഇല്ല. അങ്ങനെ ഈ വിവരം അറിഞ്ഞ് ഗെയിമിന് തയ്യാറായി വന്നിരിക്കുകയാണ് ഒരു കപ്പിൾ. അവരാ പരീക്ഷണത്തിൽ വിജയിക്കുമോ അതോ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുമോ? അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. വോയൻ എന്നൊരു കിറുക്കൻ ഡോക്ടറാണ് ഇമ്മാക്കുലേറ്റ് റൂം എന്ന പരീക്ഷണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് വെള്ള പെയിന്റ് അടിച്ച വലിയൊരു മുറിയിലേക്ക് കടന്നു വരുന്ന മൈക്കിനെയും കേറ്റിനെയുമാണ്. മുറിയിൽ ആകെയുള്ളതൊരു കട്ടിൽ മാത്രമോ എല്ലാം വെള്ള നിറത്തിലും. 50 ദിവസം പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയണം. ഫോണുമില്ല, ടിവിയുമില്ല, ഒരു എന്റർടൈൻമെന്റുമില്ല. ആരെങ്കിലും ഒരാൾ പകുതിക്ക് വെച്ച് പുറത്തു പോയാൽ സമ്മാനത്തുക 1 മില്യണായി കുറയും. കേറ്റിനും മൈക്കിനും ഇതൊരു നിസ്സാര കാര്യമായിട്ടാണ് തോന്നിയത്. കാരണം ഒരു പണിയും എടുക്കണ്ട, കിട്ടുന്നതോ $5 മില്യൺ. ആരായാലും ഒന്ന് ശ്രമിക്കില്ലേ? നമ്മൾക്ക് നല്ല ഭാഗ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു പരീക്ഷണത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. അതെ, നമുക്ക് കിട്ടിയൊരു സെക്കൻഡ് ചാൻസ്. നമുക്ക് കിട്ടുന്ന തുക തുല്യമായി വീതിക്കാം, അതായിരിക്കും കൂടുതൽ സൗകര്യം. എനിക്ക് കിട്ടുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഞാൻ ആലോചിക്കുന്നത്. നിന്റെ പൈസ വെച്ച് നീ എന്താണ് ചെയ്യാൻ ആലോചിക്കുന്നത്? എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ശരിക്കും അറിയില്ല. ഇത്രയും പൈസ കിട്ടിയാൽ ഞാൻ പിന്നെ പണത്തെക്കുറിച്ച് ചിന്തിക്കത്തേയില്ല. ഞാൻ ഫുൾ പാർട്ടി നടത്തി അടിച്ചു പൊളിക്കും, പാവപ്പെട്ടവരെ സഹായിക്കും, നല്ല ആർട്ടുകൾ ഉണ്ടാക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ് മൈക്ക്. രണ്ടുപേരും ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ആ മുറിയിൽ ഒരു AI വോയിസ് സിസ്റ്റം ഉണ്ട്. അതാണ് ആ മുറിയിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മാത്രമല്ല അവിടെയുള്ള ഒരു LCD സ്ക്രീനിൽ പാലിക്കേണ്ട നിയമങ്ങളെല്ലാം കാണിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ കണ്ട ശേഷം അവർ ആ മുറി മുഴുവൻ നടന്ന് കാണുകയാണ്. മുറിയെ ഇമ്മാക്കുലേറ്റ് റൂം എന്ന് പറയുന്നത് ചുമ്മാതല്ല, കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആൻഡ് ക്ലീൻ ആണ് ആ മുറി. ആ മുറിയോട് ചേർന്ന് ഒരു ബാത്റൂം കൂടിയുണ്ട്. കണ്ടാൽ ഒന്ന് കയറി കിടക്കാൻ തോന്നും, അത്രയ്ക്ക് ക്ലീൻ. കൂടാതെ ഒരേ സമയം ഒരാൾ മാത്രമേ ബാത്റൂമിൽ കയറാൻ പാടുള്ളൂ. മുറിയിൽ ഒരു റെഡ് ബട്ടൺ ഉണ്ട്. ആർക്കെങ്കിലും പുറത്തു പോകണമെങ്കിൽ ആ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. പിന്നെ ആഹാരം എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ ഒരു ടച്ച് സ്ക്രീൻ ഉണ്ട്. അതിൽ പ്രസ് ചെയ്താൽ അവർക്ക് ആവശ്യമായ ഭക്ഷണം വരും. പുറത്തേക്കുള്ള വാതിലിന് മുകളിൽ വലിയൊരു ഡിജിറ്റൽ ടൈമർ ഉണ്ട്. ഈ പരീക്ഷണത്തിനായി അവർക്ക് എത്ര സമയം ഇനി ബാക്കിയുണ്ടെന്ന് ആ ഡിജിറ്റൽ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവർ വിചാരിച്ചതുപോലെയല്ല, ഒരു വൈറ്റ് കളറിലെ ഷെയ്ക്ക് ആണത്. ദിവസേന അവർക്ക് ആവശ്യമായ ന്യൂട്രീഷനൊക്കെ അടങ്ങിയതാണ് ഈ ഷെയ്ക്ക്. പക്ഷെ അതുപയോഗിച്ചതും ഒരു ടേസ്റ്റുമില്ലാത്ത വൃത്തികെട്ട ഭക്ഷണമാണതെന്ന് അവർക്ക് മനസ്സിലായി. ആ മുറിയിലെ ലൈറ്റുകളെല്ലാം ഓട്ടോമേറ്റഡ് ആണ്. അതായത് രാവിലെയും ഉച്ച കഴിയുമ്പോഴും വൈകുന്നേരവും മുറിയിലുള്ള ലൈറ്റ് മാറിക്കൊണ്ടിരിക്കും. രാത്രിയാകുമ്പോൾ ലൈറ്റുകൾ ഓഫാകും. അതായത് അവർക്ക് ഉറങ്ങേണ്ട സമയമായി എന്നർത്ഥം. അവിടെയുള്ള ടച്ച് സ്ക്രീൻ ഉപയോഗിച്ച് അവർക്ക് അലാറം സെറ്റ് ചെയ്യാനും സാധിക്കും. ഞാനിതൊരു വെക്കേഷനായി കരുതുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കട്ടിലിൽ കിടക്കാൻ പോവുകയാണ്. പക്ഷെ കേറ്റ് ആണെങ്കിൽ ഒരു ഡെയിലി റുട്ടീനൊക്കെ ഉണ്ടാക്കാനായി നേരത്തെ അലാറം സെറ്റ് ചെയ്യുന്നു. ആ മുറിയിലെ ആദ്യ ദിവസത്തെ രാത്രിയിൽ കിടക്കാൻ പോകുമ്പോൾ മൈക്ക് കേറ്റുമായി എന്തൊക്കെയോ കുൽസിത പ്രവൃത്തികൾ കാണിച്ചു കൂട്ടുകയാണ്. നീ എന്താണ് ചെയ്യുന്നത്? ആ പ്രൊഫസർ പോയാൽ നമ്മളെ നോക്കുന്നുണ്ടാവും. പക്ഷെ മൈക്കിന് നന്നായി ഇളകിയിരിക്കുന്നതിനാൽ പതുക്കെ പുതപ്പിനടിയിലാണ് അവരുടെ പരിപാടി. അങ്ങനെ നേരം വെളുത്തു. കേറ്റ് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോവുകയാണ്. അവിടെയുള്ള വലിയ കണ്ണാടിയിൽ നോക്കി അവളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കുകയാണ് കേറ്റ്. പേരുടെയും കുളി കഴിഞ്ഞ ശേഷം അവരിട്ടിരുന്ന പഴയ ഡ്രസ് ലോണ്ടറിയിലേക്ക് വെക്കുന്നു. അതിനു പകരമായി പ്ലെയിൻ പൈജാമയാണ് അവർക്ക് കിട്ടിയത്. പിന്നെ ആകെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ആ വസ്ത്രങ്ങൾക്ക് നിറമുണ്ടായിരുന്നു. ഈ പ്രൊഫസർ വോയാൻ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത്? ഇതിനു മുന്നേ ഞാൻ ഇയാളുടെ ഒരു ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ട്. മിഡിൽ അമേരിക്കയിലുള്ള ഒരു ബ്ലൂ കോളർ ഫാമിലിയെ വെച്ചായിരുന്നു അയാളുടെ പരീക്ഷണം. $150 മില്യൺ ആയിരുന്നു അയാൾ ആ പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചത്. പക്ഷെ അതങ്ങനെ നന്നായി പോയില്ല. അതായത് ആദ്യം നന്നായി തന്നെ പോയി. കുട്ടികൾക്ക് വലിയ മോഡലിംഗ് കോൺട്രാക്ട് ലഭിച്ചു. അവരുടെ അച്ഛനും അമ്മയും TV ഷോകളിലും മറ്റും തിളങ്ങി. പക്ഷെ പിന്നീട് അവർ ഭർത്താവിനെ വെടിവെച്ചു വന്നു. കാരണം അയാളെ അവർ മറ്റൊരു സ്ത്രീയോടൊപ്പം മുറിയിൽ കണ്ടെത്തി. അങ്ങനെ ആ കൊലപാതകത്തിന് അവർ ജയിലിൽ പോവുകയും ചെയ്തു. അവരുടെ മകനാണെങ്കിൽ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. മകളാണെങ്കിലോ ഹെറോയിൻ ഓവർഡോസ് അടിച്ച് മരിച്ചു പോകുന്നു. ആ കഥയൊക്കെ കേട്ട് കേറ്റ് ആകെ അസ്വസ്ഥയാകുന്നു. അങ്ങനെ പിന്നെയും സമയം കടന്നുപോയി. കേറ്റ് ആണെങ്കിൽ ഒന്ന് കൂളാകാൻ വേണ്ടി മെഡിറ്റേറ്റ് ചെയ്യുകയാണ്. മൈക്കിനാണെങ്കിൽ ഇപ്പോൾ തന്നെ ബോറടിച്ചു തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് പോയി ആ ക്ലോക്കിനെ നോക്കിക്കൊണ്ട് കുറച്ചു നേരം നിൽക്കും. ഇവിടെ മുഴുവൻ വെള്ള നിറമാണല്ലോ. വെള്ള നിറം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. എനിക്കിപ്പോ ഈ നിറത്തോടും ആ ക്ലോക്കിനോടും വെറുപ്പാണ്. നീ ആദ്യം ആ ക്ലോക്കിന്റെ മുന്നിൽ പോയി നിൽക്കുന്നത് നിർത്ത്. നീ അതിൽ തുറച്ചു നോക്കാതെ പ്രൈസ് മണിയെ കുറിച്ച് മാത്രം ചിന്തിക്ക്. അപ്പോഴേക്കും മുറിയിലുള്ള ലൈറ്റ് ഓഫ് ആകുന്നു. അതായത് അവർക്ക് ഉറങ്ങാനുള്ള സമയമായി എന്നർത്ഥം. മൈക്കിനാണെങ്കിൽ കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല, ഒന്നും പോസിറ്റീവായി ചിന്തിക്കാനും സാധിക്കുന്നില്ല. രാവിലെ കേറ്റ് പതിവ് പോലെ ബാത്റൂമിൽ തന്റെ സ്വയം മോട്ടിവേഷനൊക്കെ ചെയ്യുന്നു. ശേഷം ബെഡ് എല്ലാം വന്ന് നേരെയാക്കി ഇടുന്നു. കൂടാതെ മൈക്കിനെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ അവൾ ശ്രമിക്കുന്നുമുണ്ട്. കേറ്റ്
കേറ്റ് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ മൈക്ക് ആണെങ്കിൽ എക്സർസൈസ് ചെയ്യുകയാണ്. മെയിനായിട്ട് ആ മുറിയിലൂടെ ഓടുകയാണ് മൈക്ക് ചെയ്യുന്നത്. സമയം പോകാനും വിരസത മാറ്റുവാനും അവർ ഓരോ കളികൾ കളിക്കാൻ തുടങ്ങി. കൈകൊട്ടിക്കളി, മാർക്കോ പോളോ, ഡാൻസ്, ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അവരുടെ അഴുക്ക് പിടിച്ച പൈജാമ മാറ്റുമ്പോൾ അതേപോലത്തെ തന്നെ പുതിയ പൈജാമ ലഭിക്കും. ദിവസങ്ങൾ കടന്നു പോവുകയാണ്. എല്ലാ ദിവസവും കുളിക്കുന്നു, കളികൾ കളിക്കുന്നു, ടൈമറിൽ നോക്കുന്നു, ഒരേ ഭക്ഷണം തന്നെ കഴിക്കുന്നു. ടിവിയോ മൊബൈലോ മറ്റ് എന്റർടൈൻമെന്റ്സോ ഇല്ല. അങ്ങനെ എല്ലാ ദിവസവും ഒരേപോലെ ഒരു മാറ്റവുമില്ല. രണ്ടുപേർക്ക് നന്നായി ബോറടിച്ചു തുടങ്ങി. അങ്ങനെ ആഴ്ചകൾ കടന്നു പോകുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തറയിൽ ഒരു വണ്ട് കിടക്കുന്നത് മൈക്ക് ശ്രദ്ധിക്കുന്നു. അവനാണെങ്കിൽ വണ്ടിന്റെ അടുക്കൽ ചെന്ന് അതിനോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. മാത്രമല്ല അതിനൊരു പേരുമിട്ടു, ക്ലൂയി. ശേഷം അവർ കഴിക്കുന്ന ഷെയ്ക്ക് അതിനല്പം ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോഴേക്കും ആ ഷെയ്ക്ക് ഗെയിമിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമാണെന്നും വേറെ ആർക്കും കൊടുക്കാൻ പാടില്ലെന്നും അവിടെയുള്ള AI വോയിസ് അവരെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ആ വണ്ട് അവിടെ കിടന്ന് ചത്തു പോകുമെന്ന് മൈക്ക് കരുതി. ഞാൻ ഇതിനെ ഒന്ന് പുറത്തു വിട്ടോട്ടെ, ഞാൻ പുറത്തു പോകില്ല. അതും പറഞ്ഞ് മൈക്ക് ആ ചുവന്ന എക്സിറ്റ് ബട്ടൺ അമർത്താൻ പോവുകയാണ്. മൈക്ക് നീ ആ ബട്ടൺ അമർത്താൻ പാടില്ല, നിനക്ക് റൂൾസ് എല്ലാം അറിയാവുന്നതല്ലേ. അല്ല, അതിന് ഞാൻ പുറത്തു പോകുന്നില്ലല്ലോ, ഈ വണ്ടല്ലേ പുറത്തു പോകുന്നത്. അതെനിക്ക് മനസ്സിലായി, പക്ഷെ നീ ആ ബട്ടൺ അമർത്തിയാൽ നീ പുറത്താകും. നീ എന്താ ഈ പറയുന്നത്? ഞാൻ പോകുന്നില്ല, ക്ലൂയിയാണ് പുറത്തു പോകുന്നത്. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പുറത്തു പോയാൽ പ്രൈസ് മണി $1 മില്യൺ താഴുമെന്ന് അവിടെയുള്ള AI വോയിസ് സിസ്റ്റം അവരെ ഓർമ്മപ്പെടുത്തുന്നു. ഇത് വെറുമൊരു വണ്ടല്ലേ മൈക്ക്, നിനക്കിത് വെറുമൊരു വണ്ടായിരിക്കാം, ഇതിനും ജീവനുണ്ട്, അത് നീ മനസ്സിലാക്കണം എന്നും പറഞ്ഞ് അവൻ ആ വണ്ടിനെ തറയിലേക്ക് വെക്കുന്നു. നിനക്ക് മറ്റ് ജീവികളോട് അനുകമ്പയൊന്നുമില്ല. ഓ, ഞാൻ നിന്നെ പോലെ വെജിറ്റേറിയൻ അല്ലാത്തതുകൊണ്ടാണോ നീ വലിയ ബുദ്ധിമാൻ എന്ന രീതിയിൽ പെരുമാറുന്നത്? നിന്റെ അച്ഛനെ തോൽപ്പിക്കാനല്ലേ നീ ഒരു വെജിറ്റേറിയനായി മാറിയത്? നിനക്ക് വേണ്ടതെല്ലാം അച്ഛൻ നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കഷ്ടപ്പാടുകളെ കുറിച്ച് നിനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് കേറ്റും തിരിച്ചടിച്ചു. അങ്ങനെ വഴക്ക് കൂടി വന്നു. ഒന്നും രണ്ടും പറഞ്ഞ് ഒടുവിൽ കേറ്റ് അവിടെ നിന്ന് നടന്നു പോകുന്നു. അങ്ങനെ പോകുമ്പോൾ അവൾ അറിയാതെ താഴെയുണ്ടായിരുന്ന വണ്ടിന്റെ പുറത്ത് ചവിട്ടുന്നു. അതോടെ അത് ചത്തുപോകുന്നു. സോറി, എനിക്ക് അറിയാതെ പറ്റിപ്പോയതാ, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നാൽ അതിനൊരു മറുപടിയും നൽകാതെ മൈക്ക് ദേഷ്യത്തിൽ അവിടെ നിന്ന് നടന്നു പോകുന്നു. മൈക്ക് വല്ലാത്ത മാനസികാവസ്ഥയിലാണിപ്പോൾ. ഒരു പണിയുമില്ലല്ലോ, വെറുതെ ഇരുന്നിരുന്നും മടുത്തു. വെറുതെ ഇരിക്കൽ അത്ര എളുപ്പമല്ലെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. ഞാനൊരു ട്രീറ്റ് എടുക്കാൻ പോവുക, നമുക്ക് ഓരോരുത്തർക്കും 2 ട്രീറ്റ് വരെ എടുക്കാമെന്ന് ഞാൻ റൂൾസിൽ വായിച്ചിരുന്നു. ഒരു ട്രീറ്റിന് $1 ലക്ഷം കൊടുക്കേണ്ടത്. പക്ഷെ എന്ത് ട്രീറ്റ് കിട്ടുമെന്ന് നമുക്കറിയില്ല. ഈ ബോറടിക്കിടയിൽ എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി. പക്ഷെ കേറ്റിന് അവളുടെ ട്രീറ്റ് എടുക്കുന്നതിന് സമ്മതമല്ലായിരുന്നു. മൈക്കിന് വെറുതെ ഇരിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ $1 ലക്ഷം കൊടുത്ത് അവനൊരു ട്രീറ്റ് എടുക്കുന്നു. അവന് കിട്ടിയ ട്രീറ്റ് എന്ന് പറയുന്നത് ഒരു പച്ച കളർ ക്രയോൺ മാത്രമായിരുന്നു. വെറും ഒരു പച്ച കളർ ക്രയോണിന് വേണ്ടി അവൻ $1 ലക്ഷം ചെലവാക്കിയെന്ന് കേറ്റ് സ്വയം പറയുന്നുണ്ട്. കിട്ടിയ ക്രയോൺ ഉപയോഗിച്ച് മൈക്ക് ഭിത്തി മുഴുവൻ പടം വരയ്ക്കാൻ തുടങ്ങി. അവനെ കുറ്റം പറഞ്ഞെങ്കിലും ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കേറ്റ് അവളുടെ പടം വരയ്ക്കാമോ എന്ന് അവനോട് ചോദിക്കുന്നു. മൈക്ക് അതിന് സമ്മതിക്കുന്നു. നീ റിയലിസ്റ്റിക് ആയ പോർട്രേറ്റ് ആണോ വരയ്ക്കാൻ പോകുന്നത്? അല്ല, നീ എപ്പോഴും കണ്ണാടിയിൽ നിന്നെ തന്നെ കാണുന്നതല്ലേ, അതുകൊണ്ട് റിയലിസ്റ്റിക് പോർട്രേറ്റ് വരയ്ക്കുന്നത് ബോറിംഗ് ആയിരിക്കും. ഞാൻ വരയ്ക്കുന്നത് ശരിക്കുള്ള നിന്നെയാണ്. നിന്റെ ഒരു എസൻസ് അഥവാ ക്യാരക്ടർ ക്യാപ്ചർ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്നാൽ അവളുടെ പടം വരയ്ക്കുമ്പോൾ എന്തോ കാട്ടിക്കൂട്ടുന്നത് പോലെ, അതായത് പടം കണ്ടാൽ അവളാണെന്നേ തോന്നില്ല എന്ന രീതിയിലാണ് അവൻ വരയ്ക്കുന്നത്. ഇത് കണ്ട് ദേഷ്യം വന്ന കേറ്റ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. മൈക്ക് ക്രയോൺ തീരുന്നതുവരെ എന്തൊക്കെയോ ഭിത്തിയിൽ വരച്ചുകൊണ്ടിരുന്നു. ശേഷം അവൻ ബാത്റൂമിൽ പോയി കളറെല്ലാം കഴുകി കളഞ്ഞ ശേഷം മുറിയിലേക്ക് വരുന്നു. കൈയൊക്കെ തുടച്ച് പച്ച നിറമായ ടവലും അവൻ തറയിലിടുന്നു. ബാത്റൂമിൽ ചെന്ന് നോക്കുമ്പോൾ വാഷ് ബേസിനിലും മറ്റും ആ ക്രയോണിന്റെ പച്ച നിറം പിടിച്ചിരിക്കുകയാണ്. ആകെ അലങ്കോലമായ അവസ്ഥ. ഇതെല്ലാം കണ്ട കേറ്റിന് നല്ല ദേഷ്യം വരുന്നു. പക്ഷെ പിന്നീട് കേറ്റ് ചെന്ന് മൈക്കിനോട് മാപ്പ് പറയുന്നു. ഞാൻ നിന്നോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. ഞാൻ വിചാരിച്ചതിലും പാടാണ് ഇതെല്ലാം. എന്തായാലും ഇനി 20 ദിവസം കൂടിയല്ലേ ഉള്ളൂ, നമുക്കിത് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പിന്നെയും ദിവസങ്ങൾ കടന്നു പോകുന്നു. ഒരു ദിവസം ബാത്റൂമിൽ ചെന്ന കേറ്റ് കാണുന്നത് അവിടെ ഒരു തോക്കിരിക്കുന്നതാണ്. അത് കണ്ട് 2 പേരും പേടിച്ചു പോകുന്നു. ഇത് ലോഡർ ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്കറിയില്ല. നീ പോയി ഒന്ന് ചെക്ക് ചെയ്യേ. വേണ്ട, അത് വേണ്ട, ചിലപ്പോൾ ആക്സിഡന്റ് ആയി അത് പൊട്ടിയാലോ. എന്നാൽ നമുക്കിത് ലോണ്ടറി ഷൂട്ടിൽ വെച്ചാലോ. എന്നാൽ ലോണ്ടറി ഷൂട്ട് വസ്ത്രങ്ങൾ മാത്രം വെക്കുവാനുള്ളതാണെന്ന് അപ്പോൾ AI വോയിസ് അവരെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഒടുവിൽ അവർ ആ തോക്ക് കട്ടിലിനടിയിൽ സൂക്ഷിച്ചു വെക്കുന്നു. കുറെ നേരം കടന്നുപോയി. അപ്പോഴാണ് കണക്ഷൻ തുടങ്ങാൻ പോകുന്നു എന്നൊരു മെസ്സേജ് അവർക്ക് കിട്ടുന്നത്. അതായത് അവരുടെ ബന്ധുക്കൾ അയച്ചു കൊടുക്കുന്ന വീഡിയോ കാണാനുള്ള അവസരമായിരുന്നു അത്. ആദ്യം വന്ന വീഡിയോ മൈക്കിന്റെ സിസ്റ്ററിന്റേതായിരുന്നു. ഹായ് മൈക്ക്, നീ എന്താണ് ചെയ്യുന്നത്? 3 കോളേജുകളിൽ നിന്നും ഡ്രോപ്പ് ഔട്ടായ നീ ഒരു വെളുത്ത പെയിന്റ് അടിച്ച ഒന്നുമില്ലാത്ത മുറിയിൽ 50 ദിവസം കഴിയാൻ തീരുമാനിച്ചെന്നോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഫ്രാൻസിലാണ്. എന്റെ പ്രാക്ടിക്കൽസ് ചെയ്യുന്ന തിരക്കിലാണ്. ഒരു തരത്തിൽ ബോറടിയാണ്. നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. നീ ചെയ്യുന്നതൊക്കെ ആ കേറ്റിൽ നിന്ന് രക്ഷപ്പെടാനാണോ? അതായത് മൈക്കിന്റെ സിസ്റ്റർ കരുതിയത് അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയെന്നാണ്. എന്നാൽ ഇത് കേട്ട കേറ്റിന് സിസ്റ്ററിന്റെ സംസാരമൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. സിസ്റ്ററിനെ കണ്ട മൈക്ക് ഒരുപാട് ഹാപ്പിയായി. അടുത്തത് കേറ്റിന്റെ കണക്ഷനാണ്. അവൾക്കാണെങ്കിൽ ആരെയും കാണാൻ
കാണാൻ യാതൊരു താല്പര്യവുമില്ല. പക്ഷെ അവളുടെ അച്ഛന്റെ വീഡിയോ കണ്ട് കേറ്റ് ആകെ ഷോക്കാകുന്നു. ഇത്രയും നാൾ അയാൾ തെരുവിലായിരുന്നു ജീവിച്ചിരുന്നതെന്നും ഇപ്പോൾ ഒരു അഗതി മന്ദിരത്തിലാണെന്നും അവളുടെ അച്ഛൻ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. വീഡിയോ നിർത്താൻ വേണ്ടി കേറ്റ് ഒച്ച വെക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യവുമില്ല. വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് സഹിക്കവയ്യാതെ അവൾ മുറിയുടെ ഒരു മൂലയ്ക്ക് പോയിരുന്ന് കരയുന്നു. മൈക്ക് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അച്ഛന്റെ വീഡിയോ കണ്ട് അവൾ ആകെ മാനസിക വിഷമത്തിലാവുന്നു. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ അലാറം അടിച്ചിട്ടും അവൾ എണീറ്റില്ല. ആ ദിവസം മുഴുവനും കട്ടിൽ തന്നെ കിടക്കുകയായിരുന്നു അവൾ. മൈക്ക് ചെന്ന് വിളിച്ചിട്ടും അവൾ എണീക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പോഴാണ് അവൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഞാൻ നിന്നോട് കള്ളം പറയുകയായിരുന്നു. ആ വീഡിയോയിൽ കണ്ടത് എന്റെ അച്ഛനായിരുന്നു. ഞാൻ അയാളെ കണ്ടിട്ട് ഒരുപാട് നാളായി. എനിക്ക് അയാളെ കുറിച്ച് പറയുമ്പോൾ നാണക്കേടാണ്. അയാൾ ഒരു കുടിയനായിരുന്നു. അതുമൂലം എന്റെ സ്കൂൾ ഫീസോ വീട്ടുവാടകയോ അയാൾ അടയ്ക്കാറില്ലായിരുന്നു. സാധാരണ കുട്ടികളെ പോലെയുള്ള ഒരു ബാല്യം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അയാളെ അഗതി മന്ദിരത്തിൽ കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതും പറഞ്ഞ് അവൾ ഒരുപാട് കരഞ്ഞു. കുട്ടിക്കാലത്തുണ്ടായ അച്ഛന്റെ മദ്യപാനമൊക്കെ അവളുടെ മനസ്സിനെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. മൈക്ക് ആ ക്ലോക്കിൽ നോക്കി നിൽക്കുകയാണ്. ഇനിയും 19 ദിവസം പോകാനുണ്ട്. കേറ്റ് ഇപ്പോഴും ബെഡിൽ തന്നെയാണ്. മൈക്കാണെങ്കിൽ താൻ വരച്ച പടങ്ങളും പൈജാമയിലെ ലേബലും നോക്കിയിരിക്കുകയാണ്. പടങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തി സമയം കളയാൻ ശ്രമിക്കുന്നുമുണ്ട്. കൂടാതെ ഒരാൾ പ്രസംഗിക്കുന്നത് പോലെയാണ് അവൻ ഓരോന്ന് സംസാരിക്കുന്നത്. ഓരോ തമാശകളൊക്കെ പറഞ്ഞ് അവൻ കേറ്റിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യവുമില്ല. കേറ്റ് ഒരേ കിടപ്പാണ്. ഒടുവിൽ അവനും കേറ്റിനൊപ്പം ബെഡിൽ കയറി കിടക്കുന്നു. അപ്പോഴേക്കും വൈകുന്നേരമാകുന്നു. കൂടാതെ മൈക്കാണെങ്കിൽ ചില സമയത്തൊക്കെ തറയിലാണ് കിടക്കുന്നത്. കാരണം എന്തെങ്കിലും വെറൈറ്റി ഒക്കെ വേണ്ടേ. ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടന്ന് ആകെ ഒരു ബോറടി. ഒരു ദിവസം ഒരു ട്രീറ്റ് കൂടി എടുക്കാമോ എന്ന് മൈക്ക് കേറ്റിനോട് ചോദിക്കുന്നു. എന്നാൽ പൈസ കളയാൻ വയ്യാത്തത് കൊണ്ട് തന്നെ കേറ്റ് അതിന് സമ്മതിച്ചില്ല. അതോടെ മൈക്ക് മാനസികമായി തളരുന്നു. എനിക്കിനിയും ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അവൻ എണീറ്റ് തറയിൽ പോയി കിടക്കുന്നു. അവന്റെ അവസ്ഥ കണ്ടതോടെ കേറ്റ് ഒടുവിൽ കട്ടിൽ നിന്നും എണീക്കുന്നു. ഞാൻ കുളിക്കാൻ പോവുകയാണ്. നിന്റെ രണ്ടാമത്തെ ട്രീറ്റ് നീ എടുത്തോളൂ. ഞാൻ ഓർത്തത് നീ ട്രീറ്റ് എടുക്കുമെന്നാണ്. എനിക്ക് ട്രീറ്റിന്റെ ആവശ്യമില്ല. അതിന് $2,50,000 ചെലവാകും. അതെനിക്കറിയാം. നീ നിന്റെ രണ്ടാമത്തെ ട്രീറ്റ് എടുക്കണം. അങ്ങനെ ഒടുവിൽ മൈക്ക് തന്റെ രണ്ടാമത്തെ ട്രീറ്റ് എടുക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ മൈക്കിന്റെ രണ്ടാമത്തെ ട്രീറ്റ് കണ്ട് അവനാകെ ഷോക്കാകുന്നു. എന്താണെന്ന് വെച്ചാൽ അത് നേക്കഡ് ആയിട്ടുള്ള സിമോൺ എന്നൊരു യുവതിയായിരുന്നു. അവൾക്കാണെങ്കിൽ ഈ പ്രൊജക്ടിനെ കുറിച്ച് ഒന്നും അറിയില്ല. അവളൊരു സിനിമാ നടിയായിരുന്നു. ഒരു മാസം മുന്നേ അവളെ ബുക്ക് ചെയ്തിരുന്നു. ഒരുപാട് പേപ്പർ വർക്കുകളിൽ സൈൻ ചെയ്ത് മേടിച്ചു. മാത്രമല്ല 24 മണിക്കൂറേക്കാണ് അവൾ ഈ മുറിയിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ അവൾ വന്നത് കേറ്റിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മൈക്കിനോട് അവന്റെ ഷർട്ട് ഊരി അവൾക്ക് നൽകാൻ കേറ്റ് പറയുന്നു. അവൻ ഉടനെ തന്നെ അവന്റെ ഷർട്ട് ഊരി സിമോണിന് കൊടുക്കുന്നു. മൈക്കിന്റെ ആർട്ട് വർക്ക് കണ്ട സിമോൺ മൈക്കിനെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്. അതോടെ കേറ്റിന് നല്ല ദേഷ്യം വരുന്നു. അങ്ങനെ രാത്രിയാകുന്നു. ഞാൻ തറയിൽ കിടന്നോളാം, നിങ്ങൾ ലേഡീസ് രണ്ടുപേരും കട്ടിലിൽ കിടന്നോളൂ. എന്നാൽ സിമോൺ സമ്മതിച്ചില്ല. അത് പറ്റില്ല, നിങ്ങൾ രണ്ടുപേരും കട്ടിലിൽ കിടന്നോളൂ, ഞാൻ ഇവിടെ എണീറ്റിരുന്നോളാം. ഇവരുടെ സംഭാഷണം കേട്ട് കേറ്റിന് കലിയിളകുന്നുണ്ട്. ഒടുവിൽ അവർ 3 പേരും കൂടി കട്ടിലിൽ കിടക്കുന്നു. കേറ്റ് അവരുടെ രണ്ടുപേരുടെയും നടുക്കാണ് കിടക്കുന്നത്. കേറ്റിന് സിമോൺ ഉള്ളതിനാൽ ഉറക്കം വന്നേയില്ല. ഇനി മൈക്കിനെ ഇവളെങ്ങാനും തട്ടിയെടുത്താലോ എന്ന പേടിയാണ് കേറ്റിന്. രാവിലെ ഉറക്കമുണർന്നപ്പോൾ കേറ്റ് സിമോണിനെ കണ്ടില്ല. അവൾ പോയി കാണുമെന്ന് കരുതി കേറ്റ് സമാധാനിച്ചു. പക്ഷേ കേറ്റ് വാഷ്റൂമിലേക്ക് കയറിയതും അവൾ കാണുന്നത് സിമോൺ അവിടെ കുളിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അത് കണ്ട് അവൾക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. അതോടെ ഒരു ട്രീറ്റ് എടുക്കാൻ കേറ്റ് തീരുമാനിക്കുന്നു. അവൾക്ക് കിട്ടിയത് ഒരു ചെറിയ ബോക്സും അതിൽ 3 ഫൺ ക്യാൻഡീസുമായിരുന്നു. കേറ്റ് സിമോണും ക്യാൻഡി കഴിക്കുന്നു. മൈക്ക് ആദ്യം ഒന്നും അടിച്ചെങ്കിലും അവസാനം അവനും അത് കഴിക്കുന്നു. അതോടെ എല്ലാവരുടെയും ബോധം പോകുന്നു. എന്താണെന്ന് വെച്ചാൽ അതൊരു ലഹരി മരുന്നായിരുന്നു. മരുന്നുള്ളിൽ ചെന്ന് തലയ്ക്ക് പിടിച്ചതും അവർ ഡാൻസ് കളിക്കുകയും മറ്റെന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയുമാണ്. കുറച്ചു നേരം കഴിഞ്ഞ് മൈക്ക് ബോധം കെട്ട് കട്ടിലേക്ക് വീഴുന്നു. കുറെ നേരം കഴിഞ്ഞതും മൈക്ക് ബെഡിൽ രക്തം കാണാൻ തുടങ്ങി. അവന്റെ ചുറ്റും രക്തം വന്ന് നിറയുന്നത് പോലെ. പെട്ടെന്ന് വെള്ളത്തിനടിയിലേക്ക് വീണു പോകുന്നതായും അവൻ സ്വപ്നം കാണുന്നു. മാത്രമല്ല വെള്ളത്തിനടിയിൽ വെച്ച് തൻ്റെ കുഞ്ഞനിയനും വെള്ളത്തിൽ താണു പോകുന്നത് അവൻ കാണുന്നുണ്ട്. അവൻ ആകെ ഭയന്നു. കേറ്റ് സിമോണും അവനെ സ്വപ്നത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ടും അവൻ കിടന്ന് നിലവിളിക്കുകയാണ്. ഷോൺ വെള്ളത്തിൽ താണു പോകുന്നു, അവൻ മുങ്ങിത്താഴുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ അലറിക്കരയുന്നു. അവനാകെ ഭ്രാന്ത് പിടിച്ചതുപോലെ. എനിക്ക് ഇവിടെ ഒന്നും പോകണം, ഞാൻ പണത്തെപ്പറ്റി കെയർ ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് മൈക്ക് അവിടെ ഒന്നും പോകാൻ ശ്രമിക്കുന്നു. കേറ്റ് അവനെ ഒരു വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കട്ടിലിൽ കിടത്തി ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ഒടുവിൽ പതുക്കെ മൈക്ക് ഉറക്കത്തിലേക്ക് വീഴുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ഷോൺ ആരാണെന്ന് സിമോൺ കേറ്റിനോട് ചോദിക്കുന്നു. മൈക്കിന്റെ അനിയനായിരുന്നു ഷോൺ. ഒരിക്കൽ വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് അനിയനെ നോക്കേണ്ട ചുമതല മൈക്കിനായിരുന്നു. ഏതോ ഒരു സമയത്ത് മൈക്കിന്റെ ശ്രദ്ധ പോയപ്പോൾ ഷോൺ വീട്ടിലെ പൂളിൽ വീണ് മുങ്ങി മരിക്കുകയായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ അനിയന്റെ മരണത്തിന് കാരണം മൈക്കാണെന്ന കുറ്റബോധം അവനെ അലട്ടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഫൺ ക്യാൻഡി കഴിക്കാൻ ആദ്യം അവനൊന്നും മടിച്ചത്. ശേഷം നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയതെന്ന് സിമോൺ കേറ്റിനോട് ചോദിക്കുന്നു. അതൊരു മഴയുള്ള ദിവസമായിരുന്നു.
ഞാനൊരു പാർക്കിലും. എൻ്റെ കയ്യിലാണെങ്കിൽ കുടയില്ലായിരുന്നു. അപ്പോഴാണ് മൈക്ക് എൻ്റെ അടുക്കലേക്ക് വരുന്നത്. മഴത്തുള്ളികളെല്ലാം ഞാൻ പിടിച്ചോളാം, അപ്പോൾ പിന്നെ നീ നനയില്ലല്ലോ എന്നായിരുന്നു മൈക്ക് എന്ന് പറഞ്ഞത്. അതിൽ ഞാൻ വീണുപോയി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായി. അങ്ങനെ വൈകുന്നേരം മൈക്ക് എണീറ്റ് മുഖമൊക്കെ കഴുകി പുറത്തേക്ക് വരുമ്പോൾ സിമോൺ തറയിൽ ഭിത്തിയിൽ ചാരിയിരിക്കുന്നതായാണ് കാണുന്നത്. അവൻ സിമോണിന്റെ അടുത്ത് വന്നിരുന്നു. കുഞ്ഞുനാളിൽ തന്റെ 12-ാം വയസ്സിൽ അമ്മ കാർ അപകടത്തിൽ മരിച്ചുപോയ കാര്യമൊക്കെ സിമോൺ അവനോട് പറയുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ പിന്നെ എവിടെ പോയാലും അതൊരു വേദന ഉള്ളിലുണ്ടാകും. സ്നേഹം കൊണ്ട് മാത്രമേ നമുക്കതിനെ അതിജീവിക്കാൻ കഴിയൂ. രണ്ടുപേർക്കും അവരവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. സിമോൺ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ കട്ടിൽ നിന്നും എഴുന്നേറ്റ് ഇതും കണ്ടുകൊണ്ടാണ് കേറ്റ് അങ്ങോട്ടേക്ക് വരുന്നത്. അവർ തമ്മിൽ കൈ പിടിച്ചിരിക്കുന്നത് കണ്ട കേറ്റിന് ആകെ ദേഷ്യം വരുന്നു. അവൾ കരുതുന്നത് സിമോൺ മൈക്കിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്നാണ്. ഞങ്ങളിവിടെ ഷോണിനെ പറ്റി സംസാരിക്കുകയായിരുന്നു. എന്നാൽ അതൊന്നും അവൾ വിശ്വസിച്ചില്ല. അവൾക്ക് അവരെ സംശയമാകുന്നു. നീ നല്ലൊരു മനുഷ്യനാണ്, ഇവളുടെ ഇൻസെക്യൂരിറ്റി നിന്നെ കളങ്കപ്പെടുത്തരുതെന്ന് സിമോൺ മൈക്കിനോട് പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമാകുന്നു. രണ്ടുപേരും ഒന്ന് നിർത്തുവോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് മൈക്ക് അവിടെ നിന്നും പോകുന്നു. സോറി, ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലായിരിക്കാം. സോറി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. പക്ഷെ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്നും പറഞ്ഞ് കേറ്റിന്റെ ഉള്ളിൽ തീ കോരിയിട്ടുകൊണ്ട് സിമോൺ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ നേരം വെളുത്തു. കേറ്റ് എണീക്കുമ്പോൾ മൈക്ക് കിടന്നുറങ്ങുകയാണ്. അവനെന്തോ വയ്യാത്തതുപോലെ. അവൾ എണീറ്റ് ബാത്റൂമിലേക്ക് പോകുന്നു. അവിടെ നോക്കുമ്പോൾ ആരുമില്ല. മുറിയിലും സിമോണിനെ കാണുന്നില്ല. അതായത് സിമോൺ അവിടെ നിന്നും പോയിരിക്കുന്നു. പക്ഷെ അവളൊരു മെസ്സേജ് പച്ച ക്രയോൺ പെയിന്റ് വെച്ച് ഭിത്തിയിൽ എഴുതി വെച്ചിരുന്നു. എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത രാത്രി സമ്മാനിച്ചതിന് നന്ദി. ഇതായിരുന്നു ആ മെസ്സേജ്. അതായത് അവർ തമ്മിൽ ഇന്നലെ സെക്സിൽ ഏർപ്പെട്ടിരുന്നു എന്നായിരുന്നു അത് വ്യക്തമാക്കിയത്. അത് കണ്ടതും കേറ്റിനാകെ കലിയിളകുന്നു. അവൾ മൈക്കിനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നു. മെസ്സേജ് കണ്ടതും എനിക്കറിയില്ല എന്താ ഇതെന്ന്. ഞാൻ അവളുടെ കൂടെ കിടന്നിട്ടൊന്നുമില്ല. നീ എന്നെ ഒന്ന് വിശ്വസിക്ക്. അവൾ ആരെ പോലെയാ ഇരിക്കുന്നതെന്ന് നിനക്കറിയാമല്ലോ അല്ലേ? നിന്റെ പഴയ കാമുകി ഒലീവിയ. നീ ഇങ്ങനെ തുടങ്ങരുത് കേറ്റ്. ഈ മുറിയാണ് നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്. അവർ നമ്മളെ ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഒലിവിയെ പോലെ ഇരിക്കുന്ന ഒരാളെ ഈ മുറിയിലെത്തിച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി നിന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവർ. ഇതവരുടെ മൈൻഡ് ഗെയിമാണ്. നീ ഇതിലൊന്നും വീഴരുത്. നീ മനസ്സിലാക്ക്. മൈക്ക് എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ ഒന്നും വിശ്വസിച്ചില്ല. നീ ഒരു കള്ളനാണെന്നും പറഞ്ഞ് ദേഷ്യത്തിൽ അവൾ മൈക്കിനെ പിടിച്ച് തള്ളുന്നു. അവൻ പുറകിലെ ഭിത്തിയിൽ തലയിടിച്ച് താഴെ വീഴുന്നു. തലയുടെ പുറകിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. അയ്യോ മൈക്കിൾ, സോറി, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ആകെ ഭയന്ന മൈക്ക് അവളിൽ നിന്നും അകന്നു നിൽക്കാൻ തുടങ്ങി. നിനക്ക് എന്താണ് കുഴപ്പം? ആരുടെ പുറകെയാണ് ഞാൻ മുൻപേ പോയിട്ടുള്ളത്? നീ ന്യൂയോർക്കിലേക്ക് പോയപ്പോൾ പോലും ഞാൻ നിന്നെ ചീറ്റ് ചെയ്തിട്ടില്ല. കൂടാതെ നിനക്ക് വേണ്ടിയാണ് ഞാൻ നീ പറയുന്ന പോലെ എന്റെ റിച്ച് ഫ്രണ്ട്സിൽ നിന്ന് പോലും അകന്നു നിന്നത്. നീ ഡിപ്രഷനിലായിരുന്നത് കൊണ്ട് ഞാൻ കോളേജ് പോലും ഫിനിഷ് ചെയ്തില്ല. ഇതിനെല്ലാം പകരം എനിക്ക് കിട്ടിയത് നിന്റെ അസൂയ മാത്രമാണ്. ഇതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ട് കേറ്റ് അവനോട് മാപ്പ് ചോദിക്കുന്നു. തലക്കടിയേറ്റതിനാൽ പെട്ടെന്ന് അവനൊരു തല കറക്കം പോലെ വരുന്നു. കേറ്റ് ഉടനെ അല്പം മിൽക്ക് ഷേക്ക് അവന് കുടിക്കാൻ കൊടുക്കുന്നു. കാരണം അല്പം ഷുഗർ അവന്റെ ബ്ലഡിൽ ചെല്ലുന്നത് നല്ലതാണ്. ശേഷം ടവൽ ഉപയോഗിച്ച് അവന്റെ തലയിലെ ബ്ലഡ് ഒക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കൊരു ഡോക്ടറെ ഉടനെ കാണണം. അത് പറ്റില്ല, ഡോക്ടറെ കാണാൻ നമുക്ക് അനുവാദമില്ല. അത് കോൺട്രാക്റ്റിലുണ്ട്. ഡോക്ടറെ കാണാൻ ശ്രമിച്ചാൽ നമ്മുടെ പ്രൈസ് മണി പോകും. അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. മൈക്കിന് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾക്ക് പ്രൈസ് മണിയിലാണ് ശ്രദ്ധ. അവൾ തന്നെ കെയർ ചെയ്യുന്നേ ഇല്ലെന്നാണ് മൈക്ക് കരുതുന്നത്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞതും അവന്റെ മുറിവിൽ നിന്നും ബ്ലഡ് വരുന്നത് നിൽക്കുന്നു. പക്ഷെ അവൻ അവിടെ നിൽക്കാൻ യാതൊരു താല്പര്യവുമില്ല. കാരണം പൈസയ്ക്ക് വേണ്ടി അവൻ എന്ത് പറ്റിയാലും അവൾക്കൊരു കുഴപ്പവുമില്ല എന്ന് അവന് തോന്നുന്നു. നീ നോക്ക്, ഈ മുറി നമ്മളോട് എന്താണ് ചെയ്തതെന്ന്. ഡോക്ടർ പോയാൻ നമ്മളെ മോറലായും സ്പിരിച്വലായും ടെസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ അതിൽ പരാജയപ്പെടുകയാണ്. നീ എന്നെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നും പോകണം. പണത്തിന് എല്ലാ മുറിവുകളും ഉണക്കാൻ സാധിക്കില്ല കേറ്റ്. മൈക്ക്, നീ എന്തൊക്കെയാണ് പറയുന്നത്? ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് കിട്ടാൻ പോകുന്ന പണം വലിച്ചെറിഞ്ഞുകൊണ്ടാണോ നമ്മൾ നമ്മുടെ സ്നേഹം പ്രൂവ് ചെയ്യുന്നത്? കേറ്റ്, ഇത് തെറ്റാണ്. നമ്മളിവിടെ നിൽക്കാൻ പാടില്ല. ഈ മുറി നമ്മളെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിക്കുകയാണ്. നമ്മളല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ എൻ്റെ ഒപ്പം വരണം. നിനക്കിതൊക്കെ ഈസിയായി പറയാം, കാരണം നിനക്കെപ്പോഴും പണമുണ്ട്. പ്ലീസ്, നീ ദയവ് ചെയ്ത് പോകരുത്. അവസാന നിമിഷം ഈ വലിയ തുക നീ നഷ്ടപ്പെടുത്തരുത്. എന്നാൽ അവൾ പറഞ്ഞൊന്നും മൈക്ക് കേട്ടില്ല. ഒടുവിൽ മൈക്ക് ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. കേറ്റിന് ഇതൊക്കെ കൊണ്ട് താല പൊട്ടിത്തെറിക്കാൻ പോകുന്ന പോലെ തോന്നി. കാരണം അത്രയും വലിയ തുക ഇല്ലാതാകുന്നത് അവൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല. അതോടെ നിവർത്തിയില്ലാതെ കേറ്റ് തോക്കെടുത്ത് അവന്റെ നേരെ ചൂണ്ടുന്നു. ഇങ്ങനെ ആകേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ എനിക്ക് നിന്നെ ഇവിടെ നിന്നും പോകാൻ അനുവദിക്കാനാവില്ല. നീ എന്നെ കൊല്ലാൻ പോവുകയാണോ? നീയാണ് എല്ലാം നശിപ്പിക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ് നീ നഷ്ടപ്പെടുത്താൻ പോകുന്നത്. നീ ചെയ്യുന്നത് തെറ്റാണ് മൈക്ക്. ഇല്ല, ഇത് നീയല്ല. നിന്നെ കൊണ്ട് ഈ മുറിയാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്. ഈ മുറി നിന്നെ മാറ്റാൻ നീ അനുവദിക്കരുത്. സോറി കേറ്റ്, എല്ലാം തീർന്നു, എല്ലാം. അതും പറഞ്ഞ് അവളെ അവഗണിച്ചുകൊണ്ട് മൈക്ക് ആ ബട്ടൺ അമർത്തുന്നു. വിജയത്തിന്റെ 16 ദിവസത്തോളം മുന്നേ അവൻ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ കേറ്റ് ഒറ്റയ്ക്കാകുന്നു. അതോടെ അവൾക്ക് കൂടുതൽ മാനസിക സമ്മർദ്ദം ഉണ്ടാവുന്നു. കുറെ നേരം അവൾ കട്ടിലിരിക്കുന്നു, തറയിൽ കിടക്കുന്നു. അങ്ങനെ ഒറ്റപ്പെടൽ താങ്ങാനാകാതെ കുളിക്കുമ്പോൾ അവൾ അലറി വിളിക്കുന്നുണ്ടായിരുന്നു. മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കുന്നില്ല. സമയം തള്ളി നീക്കാൻ അവൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഭിത്തിയിൽ ചാരിയിരിക്കുന്ന ഒരു ദിവസം മൈക്ക് വരച്ച മഴത്തുള്ളികളുടെ ചിത്രം
അവൾ ശ്രദ്ധിക്കുന്നു. ശേഷം 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ അവൾ പതുക്കെ എണീറ്റ് ക്വിറ്റ് ചെയ്യാനുള്ള ആ ചുവന്ന ബട്ടന്റെ അടുത്തേക്ക് പോകുന്നു. മാസങ്ങൾ കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് മൈക്ക് ജോഗിങ്ങിന് പോകുന്ന കാഴ്ചയാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേറ്റ് ഒരു ബിൽഡിങ്ങിൽ നിന്നും ഇറങ്ങി വരുന്നത് അവൻ കാണുന്നത്. ആ റൂമിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവർ തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഹായ് കേറ്റ്. ഹായ് മൈക്ക്. ഇതൊരു സർപ്രൈസ് ആണല്ലോ. ഒരുപാട് നാളായില്ലേ കണ്ടിട്ട്. ഞാൻ അച്ഛനെ കാണാൻ വന്നതാ. അത് കൊള്ളാലോ. ശേഷം ആ റൂമിൽ വെച്ചുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും അവർ പരസ്പരം മാപ്പ് ചോദിക്കുന്നു. ഞാൻ എന്റെ കാറിന്റെ അടുത്തേക്ക് പോവുകയാണ്, നമുക്ക് അങ്ങോട്ട് പതുക്കെ ഒന്ന് നടന്നാലോ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിനക്ക് ആ പൈസ കിട്ടിയോ എന്ന് മൈക്ക് ചോദിക്കുന്നു. കേറ്റ് ആണെങ്കിൽ പെട്ടെന്ന് വിഷയം മാറ്റുന്നു. നിന്റെ അനിയത്തിക്ക് സുഖമാണോ എന്നാണ് അവൾ മൈക്കിനോട് ചോദിക്കുന്നത്. അതെ, അവൾക്ക് സുഖമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് അവർ നടന്നു പോകുന്നു. അപ്പോഴേക്കും കേറ്റിന്റെ അച്ഛൻ താമസിക്കുന്ന സെയിന്റ് മേരീസ് അഗതി മന്ദിരത്തിന്റെ ഒരു ബോർഡ് കാണിക്കുന്നു. അതായത് പേരറിയാത്ത ഒരാളുടെ സംഭാവന കൊണ്ടാണ് ഈ പുതിയ അടുക്കള പണിതിരിക്കുന്നത്. അതാണ് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. അതായത് ചിലപ്പോൾ കേറ്റ് ആയിരിക്കാം അടുക്കള പണിയാൻ അവർക്ക് പൈസ കൊടുത്തത്. അതായത് ആ ഗെയിം അവൾ വിജയിച്ചിട്ടുണ്ടാകാം. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇതേ റൂമിലേക്ക് വരുന്ന മറ്റ് 2 കപ്പിൾസിനെയാണ്. ആദ്യമായതുകൊണ്ട് തന്നെ കേറ്റിനെയും മൈക്കിനെയും പോലെ ഇവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആ സീനോട് കൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.